കഴിവുള്ളവരെയല്ല, മിടുക്കുള്ളവരെയും യുദ്ധം ചെയ്ത് കൈക്കലാക്കാൻ പ്രത്യേകമായ കഴിവ് പ്രാപിച്ചവരെയും സത്യത്തിന്റെ മുമ്പാകെ കണ്ണടച്ചു കളയുകയും അനീതിയുടെ മുമ്പാകെ എതിർക്കാതെ നിൽക്കുകയും ഏത് ജീവിത സാഹചര്യങ്ങളെയും സംയമനത്തോടെ സൂക്ഷിച്ചുകൊണ്ട് സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന നിലയിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ആൾക്കാർക്കാണ് രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ആത്മീയത്തിലും എല്ലാം ഒരുപോലെ മുന്നേറുവാൻ സാധിക്കുന്നത്. ഞാനൊരു രാഷ്ട്രീയക്കാരനോ രാഷ്ട്രീയ നിരൂപകനോ അല്ല. എങ്കിലും ഒരു കാര്യം തുറന്നു പറയാതിരിക്കാൻ സാധിക്കുകയില്ല. ഏതാണ്ട് കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ ഇലക്ഷനിൽ 102 MLA-മാരുടെ പ്രാതിനിധ്യത്തോടുകൂടി കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ കേരളം ഭരിച്ചിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിച്ച് കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. അത് വളരെ ദുഃഖകരമായൊരു വിഷയം. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ഇവരിൽ ആരാണ് ചീഫ് മിനിസ്റ്റർ ആകുക എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് വളരെ അധികം കൂലങ്കക്ഷമായിരിക്കുന്ന ചർച്ചയും വല്ലാത്ത പ്രതിസന്ധിയും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരുടെ ജനവികാരം എന്താണെന്നുള്ളത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയും മറ്റ് അനേക പ്രതികളിൽ കൂടിയും ആളുകൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഞാനതിന്റെ വ്യക്തിപരമായ പരാമർശങ്ങളിലേക്ക് പോകുന്നില്ല. ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നതിനെ സംബന്ധിച്ച് പൊതുവായൊരു താല്പര്യം ജനഹൃദയങ്ങൾക്കുള്ളത് ഇതിനോടകം തന്നെ ആളുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്നു. ഒരു പക്ഷെങ്കിൽ നാളെ സന്ധ്യാസമയം ആകുമ്പോഴേക്കോ ഹൈക്കമാൻഡ് ആരായിരിക്കും കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി എന്നുള്ളത് പ്രഖ്യാപിക്കും. അടുത്ത 5 വർഷം ആ വ്യക്തിയായിരിക്കും കേരള ജനതയെ നയിക്കുക, നടത്തുക. ഒരു വസ്തുത ഞാൻ ഓർപ്പിക്കട്ടെ. കഴിവുള്ളവരെയും ജനപ്രീതി ഉള്ള ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ തലസ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് വാസ്തവത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആത്മീക ലോകത്തായാലും ലൗകിക ലോകത്തായാലും രാഷ്ട്രീയ ലോകത്തായാലും വ്യക്തിഗത സ്വാധീനം കൊണ്ട് സീറ്റുകൾ ഉറപ്പിക്കുകയും അവസരങ്ങൾ നേടുകയും പലപ്പോഴും മറ്റുള്ള ആളുകളുടെ കഴിവുകളെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രാപ്തിയെ അവഗണിച്ചുകൊണ്ട് വ്യക്തി സ്വാധീനം കൊണ്ട് ഒക്കെ കാര്യങ്ങൾ നേടുകയും ചെയ്യുന്ന ആളുകളെയാണ് നമുക്കെവിടെയും കാണുവാൻ സാധിക്കുന്നത്. ആത്മീക ലോകവും അങ്ങനെ തന്നെയാണ്. നമ്മൾ വാസ്തവത്തില് ദൈവം ശുശ്രൂഷയ്ക്ക് വിളിച്ചവരെ ദൈവം തലസ്ഥാനത്ത് ഉയർത്തിക്കൊള്ളും എന്നൊക്കെ സാങ്കേതികമായി പറയുമെങ്കിലും മാനുഷികമായി പലപ്പോഴും അടിച്ചമർത്തലുകളും ഒറ്റപ്പെടുത്തലുകളും വ്യക്തിഗതമായിരിക്കുന്ന വൈരാഗ്യങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ ഉയർന്നു വരുവാനുള്ള അവസരങ്ങളെ നശിപ്പിച്ചു കളയാറുണ്ട്. തൃശൂർ പഴഞ്ഞി പ്രദേശങ്ങൾ പറവൂർ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന മഹാനായ ഒരു ദൈവദാസനെ കുറിച്ച് ബഹുമാനപ്പെട്ട EP വർഗീസ് അവറുകൾ എഴുതിയപ്പോൾ പൂർവ്വകാല സ്മരണയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പൊറിഞ്ചു ഉപദേശി എന്നായിരുന്നു. വടക്കൻ പ്രദേശങ്ങളിൽ വളരെ അധികം ശുഷ്കാന്തിയോടെ കർത്താവിന് വേണ്ടി അധ്വാനിച്ച ഒരു ദേവദാസനായിരുന്നു. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: ദൈവം ഒരു കൃപാവരം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് പ്രകാശിപ്പിക്കാൻ ഒരവസരം കൂടി നൽകുമെന്ന്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആത്മീക തീക്ഷ്ണതയിൽ അദ്ദേഹം അത് പറഞ്ഞായിരിക്കാം. എന്നാൽ അനേക ദേവദാസന്മാരെയും കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് ലഭിച്ചുള്ള കൈപ്പേറിയ ജീവിതത്തിന്റെ അനുഭവങ്ങളെയും നോക്കുമ്പോൾ അങ്ങനെയുള്ള സാങ്കേതികമായിരിക്കുന്ന പ്രയോഗങ്ങൾ ഒരു പരിധിവരെ ശരിയാണെങ്കിലും ആളുകൾക്ക് ശുശ്രൂഷകളെ സപ്രസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന്റെ ചരിത്ര തെളിവുകൾ എന്റെയും നിങ്ങളുടെയും മുമ്പാകെയുണ്ട്. ഒരു കാലഘട്ടത്തിന്റെ നിയോഗമെന്ന നിലയിൽ ദൈവം എഴുന്നേൽപ്പിച്ച പല ദൈവപുരുഷന്മാരെയും ആത്മീയ ലോകം വേണ്ടത്ര നിലയിൽ ഉപയോഗിച്ചിട്ടില്ല. ഇന്നും ആ നിലയിൽ മുഖപക്ഷവും വ്യക്തിപരമായ താല്പര്യങ്ങളും ഒക്കെ വെച്ച് ആളുകൾ മുന്നേറാറുണ്ട്. ചില ആളുകൾ സ്വയമേ യുദ്ധം പ്രഖ്യാപിച്ച് പോരാടി അതിൽ ജയാളികളായി മുന്നേറി വന്ന യോദ്ധാക്കളായി തീരാറുണ്ട്. മറ്റു ചില ആളുകൾ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കാതെയും അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ ചവിട്ടുപടികൾ ഉണ്ടാക്കി ചവിട്ടി കയറാൻ ശ്രമിക്കാതെയും ദൈവം തരുന്നത് മതി എന്ന് വെച്ച് ശാന്തമായി മുമ്പോട്ട് പോകുന്നു. അങ്ങനെയുള്ളവരെ ദൈവം ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യുന്നില്ല എന്നുള്ളൊരു തെറ്റായ ധാരണ ശരിയല്ല. കർത്താവിന്റെ വേലയിൽ ധാരാളം ദൈവദാസന്മാർ നമ്മുടെയൊക്കെ മധ്യത്തിലുണ്ട്. അപ്പോൾ പല ആളുകളെയും വിശാലമായി ലോകത്തിലെ അനേക ആളുകൾക്കും അറിവില്ലാത്തവരായിരിക്കാം. സ്റ്റേജ് പ്രസംഗകരായി രംഗത്ത് വരുന്നവരോ ക്യാമ്പുകൾക്കോ കൺവെൻഷനുകൾക്കോ വിവാഹ ശുശ്രൂഷകൾക്കോ ഒക്കെ രംഗത്ത് വരുന്നവരോ ആയിട്ടുള്ള ചുരുക്കം ചില ആളുകളെ മാത്രമേ പൊതുലോകത്തിന് മുഴുവനായി അറിയുകയുള്ളൂ.
എന്നാൽ കർത്താവിന്റെ വേല ആത്മാർത്ഥമായി ചെയ്യുന്ന, ഭവന സന്ദർശനങ്ങൾ ചെയ്യുന്ന, പരസ്യ കവലകളിൽ ശുശ്രൂഷ ചെയ്യുന്ന, ലഘുലേഖകൾ വിതരണം ചെയ്യുന്ന, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ധാരാളം ദൈവദാസന്മാർ വേർപെട്ട സഭയുടെ ശുശ്രൂഷകന്മാരായിട്ട് മാത്രമല്ല, മറ്റ് പല സഭകളുടെയും ശുശ്രൂഷകന്മാരായി കേരളത്തിലും ഇന്ത്യയിലും അനേക സ്ഥലങ്ങളിലും കർത്താവിന് വേണ്ടി ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ ഒരു പക്ഷെങ്കിൽ പ്രസിദ്ധരല്ലായിരിക്കാം, എങ്കിലും കർത്താവ് അവരെ അറിയുന്നു, അവരുടെ ആവശ്യങ്ങൾ അറിയുന്നു. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സഹോദര എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ മനസ്സില്ലാത്ത ധാരാളം ആളുകളുണ്ടായിരിക്കാം. എന്നാൽ അങ്ങനെ ചുരുക്കം ചില ആളുകൾ ദൈവദാസന്മാരായ ആളുകളെ അവരുടെ ക്ഷേമത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരും അവരെ അന്വേഷിക്കുന്നവരും അവർക്ക് വേണ്ടി ജാഗരിക്കുന്നവരുമായിട്ടുണ്ട്. എല്ലാ കാലത്തും ദൈവം ഒരു ശേഷിപ്പിനെ നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ പ്രത്യാശയുള്ള അനുകൂലമായ ഒരു ഭരണ സംവിധാനം ലഭിക്കുവാനും ജനവികാരം മാനിക്കപ്പെടുന്ന ഒരു കാൻഡിഡേറ്റ് രംഗത്ത് വരുവാനും സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം കാര്യങ്ങളെ ആ നിലയിൽ ക്രമപ്പെടുത്തിയാലും മാനുഷിക ബുദ്ധി പലപ്പോഴും പല കാര്യങ്ങളെയും മറികടക്കുന്ന പോലെ ആത്മീയ ലോകത്തും അത്തരം പ്രവൃത്തികൾ ധാരാളമായി നടക്കുന്നുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഒരു രാജാവ് നീതിയോട് വാഴും, അന്ന് മാത്രമാണ് സമ്പൂർണമായ നീതിയുള്ള ഒരു ഭരണം ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. അതുവരെയുള്ള എല്ലാ സംവിധാനങ്ങളും മാനുഷികതയുടെ വൈപരീത്യങ്ങളും കുറവുകളും ഉള്ളതായിരിക്കും. എങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി തുടരുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ.